നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കൺസ്ട്രക്റ്റേഴ്സിനെ പറ്റിയാണ്. ഓക്കെ, കൺസ്ട്രക്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നലെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസ്ട്രക്ടറിനെ പറ്റി പഠിച്ചായിരുന്നു. അപ്പോൾ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് എന്താണ്? കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് നമ്മൾ അപ്പോൾ എന്തെന്ന് പറഞ്ഞു പഠിച്ചു? കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് ഇസ് എ സ്പെഷ്യൽ ഫംഗ്ഷൻ. കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഇസ് എ സ്പെഷ്യൽ ഫംഗ്ഷൻ ദാറ്റ് ഈസ് used to allocate memory to its member variables and initialize them. ഇതാണ് ആര് ചെയ്യുന്നത്? ഒരു കൺസ്ട്രക്ടർ എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യുന്നത്. അതിനെ സ്പെഷ്യൽ ഫംഗ്ഷൻ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? സാധാരണ ഒരു ഫംഗ്ഷനകത്ത് നമുക്ക് എന്ത് കാണും? ആദ്യം ആക്സസ് സ്പെസിഫയർ കാണും. ഒരു ആക്സസ് സ്പെസിഫയർ കാണും, അതായത് പബ്ലിക് ആണോ പ്രൈവറ്റ് ആണോ എന്നുള്ളൊരു കാര്യം കാണും. അതിനുശേഷം റിട്ടേൺ ടൈപ്പ് കാണും, ഫംഗ്ഷൻ്റെ പേര് കാണും, പിന്നെ പാരാമീറ്റർ ലിസ്റ്റ് കാണും. അതിനുശേഷം ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ കാണും, അല്ലെങ്കിൽ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് കാണും. ഇതാണ് സാധാരണ ഒരു എന്തെന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ മെമ്പർ ഫംഗ്ഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയുന്നത്. ആക്സസ് സ്പെസിഫയർ, റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, പാരാമീറ്റർ ലിസ്റ്റ്, ഇതെത്രയും കാണും. പക്ഷേ ഒരു കൺസ്ട്രക്ടർ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ സ്പെഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ആക്സസ് സ്പെസിഫയർ എപ്പോഴും പബ്ലിക് ആയിരിക്കും. അപ്പോൾ ആക്സസ് സ്പെസിഫയർ ഇന്നലെ പറഞ്ഞു നമ്മൾ സാധാരണ രീതിയിൽ ഒരു മെമ്പർ ഫംഗ്ഷൻ എഴുതുകയാണെങ്കിൽ അത് എപ്പോഴും പബ്ലിക് ആയിട്ട് തന്നെയായിരിക്കും എഴുതുന്നത്. ചില കേസസിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രൊട്ടക്റ്റഡ് ആയിട്ട് എഴുതാൻ പറ്റും, പ്രൈവറ്റ് ആയിട്ടും എഴുതാൻ പറ്റും. അത് ഡിപ്പെൻസ് ഓൺ ദി സിനാരിയോ ആണ്. സിനാരിയോ അനുസരിച്ച് നമുക്ക് പ്രൈവറ്റ് ആക്കേണ്ടി വരും, അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് ആക്കേണ്ടി വരും. പക്ഷേ ഒരു കൺസ്ട്രക്ടർ എപ്പോഴും എന്തായിരിക്കും? പബ്ലിക് ആയിരിക്കും. പബ്ലിക് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് അതെന്തുകൊണ്ടാണ് പബ്ലിക് ആക്കുന്നത് എന്നുള്ള സിനാരിയോസ് ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് ഒരു ചെറിയ എക്സാമ്പിൾ നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് ഒരു കൺസ്ട്രക്ടറിലേക്ക് നമുക്ക് വീണ്ടും പോകാം. ഓക്കെ, ഇനി അടുത്ത സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് റിട്ടേൺ ടൈപ്പ്. സാധാരണ ഒരു റിട്ടേൺ ടൈപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ, റിട്ടേൺ ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ എഴുതാറ്? വോയിഡ് എന്നാണ് എഴുതാറ്. പക്ഷേ ഇവിടെ നമ്മളുടെ എന്ത് കാണത്തില്ല? റിട്ടേൺ ടൈപ്പേ കാണത്തില്ല. ഇതിനകത്ത് റിട്ടേൺ ടൈപ്പേ കാണത്തില്ല. സോ നോ റിട്ടേൺ ടൈപ്പ്. അതാണ് അടുത്ത ഫീച്ചർ. അപ്പോൾ ഈ രണ്ട് പ്രോപ്പർട്ടിയാണ് ഏതിനാണുള്ളത്? കൺസ്ട്രക്ടറിനകത്തുള്ളത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്നത്, ഫംഗ്ഷൻ്റെ പേരെന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വലന്റ് ടു ക്ലാസ് ആയിരിക്കും. ക്ലാസ് നെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു കൺസ്ട്രക്ടർ, എൻ്റെ ക്ലാസിൻ്റെ പേരെന്താണ്? പേഴ്സൺ. അപ്പോൾ പേഴ്സൻ്റെ ഒരു കൺസ്ട്രക്ടർ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞ് നോക്കാം. പബ്ലിക്. ഇനി റിട്ടേൺ ടൈപ്പ് ഉണ്ടോ? ആക്സസ് സ്പെസിഫയർ എപ്പോഴും എന്തായിരിക്കണമെന്ന് പറഞ്ഞു? പബ്ലിക് ആയിരിക്കണമെന്ന് പറഞ്ഞു. ശരി, പബ്ലിക് ആയിട്ട് എഴുതി. അതിനകത്ത് റിട്ടേൺ ടൈപ്പ് ഉണ്ടോ? ഇല്ല. റിട്ടേൺ ടൈപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്തത് ഞാൻ എഴുതേണ്ടത് എന്താണ്? ഫംഗ്ഷൻ നെയിം. ഫംഗ്ഷൻ നെയിം എന്താണ്? ക്ലാസ് നെയിമിന് ഇക്വലന്റ് ആയിരിക്കണം. ക്ലാസ് നെയിം എന്താണ്? പേഴ്സൺ. സോ ഞാൻ ഇവിടെ എഴുതുന്നത് എന്താണ്? പേഴ്സൺ. ഇനി പേഴ്സൺ ഞാൻ എഴുതി. ഞാൻ ഒരു പാരാമീറ്ററും പാസ് ചെയ്യുന്നില്ല. എന്നിട്ട് അതിനകത്ത് ഞാൻ എഴുതുന്നത് എന്നാണ് പറയുന്നത് system.out.println inside default constructor. അപ്പോൾ എനിക്ക് ഡൗട്ടായി, എന്താണ് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞ ഡൗട്ട് ഉണ്ടായി. അപ്പോൾ പേഴ്സൺ എന്ന് പറയുന്ന കൺസ്ട്രക്ടർ ആണല്ലോ, ഈ കൺസ്ട്രക്ടറിനകത്ത് പാരാമീറ്റേഴ്സ് ഒന്നും പാസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കൺസ്ട്രക്ടറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ
What is default constructor? Default constructor is a constructor having no parameters. No parameters. കൺസ്ട്രക്ടറിനകത്ത് എന്താണുള്ളത്? ഹാസ് നോ പാരാമീറ്റേഴ്സ്. പാരാമീറ്റർ ലിസ്റ്റ് എങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കും? ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് വിളിക്കും. അപ്പോൾ നോർമലി ഈ കൺസ്ട്രക്ടർ എന്താ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു. പർപ്പസ് ഓഫ് എ കൺസ്ട്രക്ടർ. ഒരു പർപ്പസ് ഓഫ് എ കൺസ്ട്രക്ടർ എന്ന് പറയുമ്പോൾ അത് നമുക്ക് എന്ത് പറയാൻ പറ്റും? അലോക്കേറ്റ് മെമ്മറി ടു ഇറ്റ്സ് മെമ്മറി വേരിയബിൾസ് ആൻഡ് ഇനിഷ്യലൈസ് ദം. എന്താണ് ഇനിഷ്യലൈസ് എന്ന് പറയുന്നത്? സേ ഇതിനകത്ത് രണ്ട് വാല്യൂസ് ഉണ്ട്. സ്ട്രിംഗ് നെയിമും ഉണ്ട്, ഏജും ഉണ്ട്. ഇപ്പോൾ നെയിമിന് എനിക്ക് ഇനിഷ്യൽ വാല്യൂ ഒരെണ്ണം കൊടുക്കണം. സേ നൾ എന്ന് പറഞ്ഞൊരു ഇനിഷ്യൽ വാല്യൂ കൊടുക്കണം. ഏജിന് ഇനിഷ്യലി എനിക്ക് ഒരു 0 എന്ന് പറഞ്ഞൊരു വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യണം. സോ ഈ രണ്ട് സ്റ്റെപ്പിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇനീഷ്യലൈസേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ മെമ്പർ വേരിയബിൾസിന് എന്തെങ്കിലും ഒരു വാല്യൂസ് നമുക്ക് ഇനീഷ്യൽ വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് എവിടെ കൊടുക്കാൻ പറ്റും? കൺസ്ട്രക്ടറിൻ്റെ അകത്ത് കൊടുക്കാൻ പറ്റും. ദിസ് ഈസ് ദ യൂസ് ഓഫ് എ കൺസ്ട്രക്ടർ. അതിന് മെമ്മറി അലോക്കേറ്റ് ചെയ്യാനും അതിൻ്റെ മെമ്പർ വേരിയബിൾസിനെ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളൊരു കൺസ്ട്രക്ടർ യൂസ് ചെയ്യുന്നത്. ഇനി കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് കൺസ്ട്രക്ടറാണുള്ളത്. 2 ടൈപ്പ് ഓഫ് കൺസ്ട്രക്ടേഴ്സ് ആണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ് കൺസ്ട്രക്ടേഴ്സ് എന്ന് പറഞ്ഞ് നമുക്കറിയാം. ഇപ്പോൾ ഒരെണ്ണം ഡിഫോൾട്ടും മറ്റേതിനെ നമുക്ക് വിളിക്കുന്നത് പാരാമെട്രൈസ്ഡ് കൺസ്ട്രക്ടർ എന്നാണ്. പാരാമെട്രൈസ്ഡ് കൺസ്ട്രക്ടർ എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്തായിരിക്കും? പാരാമീറ്റർ ഉള്ള കൺസ്ട്രക്ടറിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് പാരാമെട്രൈസ്ഡ് കൺസ്ട്രക്ടർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ പബ്ലിക് പേഴ്സൺ, റിട്ടേൺ ടൈപ്പ് ഇല്ല. ഇതിനകത്ത് രണ്ട് വാല്യൂസ് ഞാൻ പാസ് ചെയ്യുന്നു. സ്ട്രിംഗ് നെയിം എന്നും ഇൻഡ് ഏജ് എന്നും പറഞ്ഞ കാര്യം. സ്ട്രിംഗ് രണ്ട് വാല്യൂസ് അല്ലേ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്? ദിസ് ഡോട്ട് നെയിം ഈക്വൽ ടു നെയിം, ദിസ് ഡോട്ട് ഏജ് ഈക്വൽ ടു ഏജ്. അപ്പോൾ ഇന്നലത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് ഈ ഒരു രണ്ട് സ്റ്റെപ്പ് എന്താണെന്നുള്ള കാര്യം മനസ്സിലാവുമായിരിക്കും. അത് ഇല്ലാത്തവർക്ക് ഇന്നത്തെ ക്ലാസ്സിൻ്റെ റെക്കോർഡിങ്സ് ഞാൻ അയച്ചു തരാം. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഇന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ അകത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഞാനിവിടെ രണ്ട് കൺസ്ട്രക്ടറാണ് ഞാനിവിടെ എഴുതിയത്. എന്തൊക്കെയാണ്? ഡിഫോൾട്ട് കൺസ്ട്രക്ടറും ഒന്ന് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറും ഞാൻ എഴുതി. ഇതിനെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എന്നാണ് വിളിക്കുന്നത്. പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. ശരി, അപ്പോൾ ഞാൻ ഈ പേഴ്സൺ എന്ന് പറയുന്ന ഒരു ക്ലാസ്സിനകത്ത് ഞാൻ എന്ത് ചെയ്യുകയാണ്? രണ്ട് കൺസ്ട്രക്ടർ ഞാൻ എഴുതി, പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറും എഴുതി, പിന്നെ ഒരു ഡിഫോൾട്ട് കൺസ്ട്രക്ടറും എഴുതി. നൗ ഐ ആം ഗോയിങ് ടു ക്രിയേറ്റ് എ ക്ലാസ്. ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ അതിന് മുമ്പ് ഈ രണ്ട് കൺസ്ട്രക്ടർ ഞാൻ എഴുതിയിട്ടില്ല എന്ന് വിചാരിക്കും. ഈ രണ്ട് കൺസ്ട്രക്ടർ ഞാൻ എഴുതിയിട്ടില്ല. ഇതിനകത്ത് നെയിമും ഏജും എന്ന് പറയുന്നൊരു ഫംഗ്ഷനാണുള്ളത്. ഗെറ്റ് നെയിം എന്ന് പറയുന്ന നെയിം റിട്ടേൺ ചെയ്യാനും ഗെറ്റ് ഏജ് എന്ന് പറയുന്ന ഏജ് റിട്ടേൺ ചെയ്യാനും സെറ്റ് നെയിം എന്ന് പറയുന്നത് നെയിമിനെ സെറ്റ് ചെയ്യാനും സെറ്റ് ഏജ് എന്ന് പറയുന്നത് ഏജിനെ സെറ്റ് ചെയ്യാനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ്. ഞാൻ കൂടുതലൊന്നും അതിനെപ്പറ്റി പറയുന്നില്ല. ജസ്റ്റ് ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ പേഴ്സണിൻ്റെ ഒബ്ജക്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? പേഴ്സൺ, അത് ഓൾറെഡി നിങ്ങൾ ഇന്ന് വന്നവരെല്ലാവരും പഠിച്ചു കാണും. പേഴ്സൺ പി ന്യൂ പേഴ്സൺ. അതായത് ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഒരു പേഴ്സൻ്റെ ഒബ്ജക്റ്റ് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്? പേഴ്സൻ്റെ ആദ്യം ഒരു റെഫറൻസ് ഉണ്ടാക്കുക, പിന്നെ ന്യൂ പേഴ്സൺ എന്ന് പറയുമ്പോൾ അതെന്ത് സംഭവിക്കും? ഒരു പുതിയ ഒബ്ജക്റ്റ് ഉണ്ടായി. അപ്പോൾ ഞാൻ പി എന്ന് പറയുന്നതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും? പി ഈസ് എ ഒബ്ജക്റ്റ് എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ അത് കണ്ടു കഴിയുക. കണ്ടിട്ട് മാത്രമേ ഇത് കാണാവൂ. എന്നാലേ നിങ്ങൾക്ക് ഇത് പ്രോപ്പറായിട്ട് മനസ്സിലാവും, കറക്റ്റ് കൺസെപ്റ്റ് വെച്ച് മനസ്സിലാവത്തുള്ളൂ. എന്നിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പി എന്ന് പറയുന്നതിൻ്റെ നെയിം സെറ്റ് ചെയ്യണം. പി എന്ന് പറയുന്ന ആളുടെ നെയിം സെറ്റ് ചെയ്യണം. അപ്പോൾ പിയുടെ നെയിം എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്? പി ഡോട്ട് സെറ്റ് നെയിം സംഗീതമായിട്ട് സെറ്റ് ചെയ്തു. അപ്പോൾ പി എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ പേരെന്ന് പറയുന്നത് ഞാൻ എന്തായിട്ട് സെറ്റ് ചെയ്തു? സംഗീതമായിട്ട് സെറ്റ് ചെയ്തു. പിയുടെ ഏജ് എന്ന് പറയുന്നത് 31 ആയിട്ട് സെറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇത് രണ്ടും കൂടെ ഒന്ന് system.out.println പി ഡോട്ട് നെയിം എന്ന് പറയുന്നത് എന്താണ്?
നെയിം എനിക്ക് എങ്ങനെ റിട്ടേൺ ചെയ്യാൻ പറ്റും? പി ഡോട്ട് ഗെറ്റ് നെയിം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് കിട്ടും. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ ഏജ് ഈക്വൽ ടു പി ഡോട്ട് ഗെറ്റ് ഏജ്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? നെയിം ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഇന്നലെ പറഞ്ഞ ടോപ്പിക് ആയതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പറയുന്നത്. നിങ്ങൾക്ക് ഇത് ചില ആൾക്കാർക്ക് ഇന്ന് പുതിയതായിട്ട് ജോയിൻ ചെയ്തവർക്ക് ഇതൊന്നും മനസ്സിലാവാൻ ചാൻസ് ഇല്ല. ഇത് കഴിഞ്ഞ ഉടനെ നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് റൺ ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ ഒരു പർട്ടിക്കുലർ കോഡ് ഒന്ന് റൺ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടെ ഞാൻ എന്തിനാ നിങ്ങളുടെ അടുത്ത് ഈ ഒരു കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ പേഴ്സൻ്റെ അകത്ത് ഒരു കൺസ്ട്രക്ടർ ഞാൻ എഴുതിയിട്ടുണ്ടോ? ഇപ്പോൾ ഞാനിവിടെ കൺസ്ട്രക്ടർ ഒന്നും എഴുതിയിട്ടില്ല. കൺസ്ട്രക്ടർ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഇവിടെ ഞാൻ എന്താ എഴുതിയിരിക്കുന്നത്? എന്താ കോൾ ചെയ്തിരിക്കുന്നത്? ഒരു കൺസ്ട്രക്ടറാണ്, ഒരു ഡിഫോൾട്ട് കൺസ്ട്രക്ടറാണ് കോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ക്ലാസ്സിനകത്ത് നമ്മളൊരു കൺസ്ട്രക്ടർ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഒരു കൺസ്ട്രക്ടർ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? സിസ്റ്റം തന്നെ ഒരു ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനെ ജനറേറ്റ് ചെയ്ത് അതിൻ്റെ വാല്യൂസ് എന്തായിട്ട് ഇനിഷ്യലൈസ് ചെയ്യും? അതിൻ്റെ ഡിഫോൾട്ട് വാല്യൂസ് ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യും. എന്താണ് ഡിഫോൾട്ട് വാല്യൂസ് എന്ന് പറയുന്നത്? ഒരു ഇൻറ്റിജറിൻ്റെ ഡിഫോൾട്ട് വാല്യൂ 0 ആയിരിക്കും, ഒരു സ്ട്രിങ്ങിൻ്റെ ഡിഫോൾട്ട് വാല്യൂ നൾ ആയിരിക്കും, അതേപോലെ ഒരു ഡബിളിൻ്റെത് 0.0 ആയിരിക്കും, ക്യാറിൻ്റെത് നൾ ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം നൾ ക്യാരക്ടർ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കൺസ്ട്രക്ടർ എന്ത് ചെയ്യും? കൺസ്ട്രക്ടർ ഞാൻ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കൺസ്ട്രക്ടർ ആര് ക്രിയേറ്റ് ചെയ്യും? സിസ്റ്റം തന്നെ ഒരു ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനെ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് വാല്യൂസ് ഡിഫോൾട്ട് വാല്യൂസ് ആയിട്ട് സെറ്റ് ചെയ്യും. ഇതാണ് ഇത് നടക്കുന്ന കേസ്. ഞാൻ ഇന്നലെ കാണിച്ച കേസാണ് ഒന്നും കൂടെ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് ജാവയിൽ കയറി ഞാൻ ജാവ സി, ഇതെന്തായിരുന്നു ക്ലാസ്? ടെസ്റ്റ് ഡോട്ട് ജാവ ഞാൻ റൺ ചെയ്യാണ്. എറർ ഒന്നുമില്ല. സോ ഞാനത് എക്സിക്യൂട്ട് ചെയ്യാണ്. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നെയിം എന്ന് പറയുന്നത് സംഗീതമായിട്ട് കിട്ടി, ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ എറർ ഒന്നുമില്ല. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ ചെയ്ത പോലെ 2 കൺസ്ട്രക്ടേഴ്സ് എഴുതുകയാണ്. എന്തൊക്കെയാണ്? പബ്ലിക് എന്ന് പറഞ്ഞൊരു കൺസ്ട്രക്ടർ, പബ്ലിക് പേഴ്സൺ എന്ന് പറഞ്ഞൊരു കൺസ്ട്രക്ടർ എഴുതി, പബ്ലിക് പേഴ്സൺ എന്ന് പറഞ്ഞൊരു കൺസ്ട്രക്ടർ എഴുതി. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു കാര്യം, ഇതേ കോഡ്, ഈ ഒരു പർട്ടിക്കുലർ കേസ് തന്നെ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം ഒന്ന് പറയാം. ഓക്കെ, നേരത്തെ കേസ് എന്താ സംഭവിച്ചത്? ന്യൂ പേഴ്സൺ എന്ന് പറയുമ്പോൾ ഈ പേഴ്സൺ എന്ന് പറയുന്ന കൺസ്ട്രക്ടർ ഉണ്ടോ എന്ന് പറഞ്ഞ് ഞാൻ ചെന്ന് പേഴ്സൺ ക്ലാസ്സിൽ നോക്കി. അങ്ങനെ ഉണ്ടോ ഒരെണ്ണം? ഇല്ല. ഇപ്പൊ എന്ത് ചെയ്യും? പേഴ്സൺ ക്ലാസ്സിൽ ഉണ്ട്. അങ്ങനെ ഇല്ലാത്ത സമയങ്ങളിൽ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ സിസ്റ്റം ജനറേറ്റ് ചെയ്തിട്ട് അത് ഇനിഷ്യലൈസ് ചെയ്യും. ഇനി ഉള്ള ഒരു കാര്യം ഒന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ വർക്കിംഗ് നോക്കിയിട്ട് നമുക്ക് ഔട്ട്പുട്ടിലേക്ക് പോകാം. ഓക്കെ, ആദ്യം നമുക്ക് അതിൻ്റെ വർക്കിംഗ് നോക്കാം. അപ്പോൾ പേഴ്സൺ പി ന്യൂ പേഴ്സൺ. അപ്പോൾ പേഴ്സൺ ഈ ഒരു കൺസ്ട്രക്ടർ പേഴ്സൺ ക്ലാസ്സിനകത്തുള്ള കൺസ്ട്രക്ടർ ആണെന്ന് മനസ്സിലാവും. നേരെ പേഴ്സൺ ക്ലാസ്സിലേക്ക് പോകും. പേഴ്സൺ ക്ലാസ്സിലേക്ക് പോയിട്ട് അതിനകത്ത് പാരാമീറ്റേഴ്സ് വല്ലതും ഉണ്ടോ? ഇതിനകത്ത് പാരാമീറ്റേഴ്സ് വല്ലതും ഉണ്ടോ? ഇല്ല, പാരാമീറ്റേഴ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഏത് കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യും? ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യും. അപ്പം നേരെ ഇവിടെ വരും. ഇവിടെ വന്നിട്ട് ആദ്യം എന്ത് പ്രിന്റ് ചെയ്യും? ഇൻസൈഡ് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യും. അതിനുശേഷം നെയിം നള്ളായിട്ട് സെറ്റ് ചെയ്യും, ഏജ് എന്ന് പറയുന്നത് 0 ആയിട്ട് സെറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറിയോ എന്നറിയാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്? ഈ 2 ലൈൻ ഞാൻ അങ്ങ് കമൻറ്റ് ചെയ്യാണ്. ഈ 2 ലൈൻ, അതായത് സംഗീതമായിട്ട് സെറ്റ് ചെയ്തതും 31 ആയിട്ട് സെറ്റ് ചെയ്തതും കൂടെ ഞാൻ കമൻറ്റ് ചെയ്യാണ്. എന്നിട്ട് അപ്പോൾ ഇവിടെ നെയിം എന്ന് പറയുന്നത് എന്തായി? നള്ളായി. ഏജ് എന്ന് പറയുന്നത് എന്തായി? 0 ആയി. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? ഈ നെയിമും ഏജും ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കുന്നു. അപ്പം നള്ളും 0 ആയോ എന്ന് പറഞ്ഞ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ശരി, ഓക്കെ. ഞാനാണെങ്കിൽ ഒന്നും കൂടെ കമ്പൈൽ ചെയ്യുന്നു. ഞാൻ എക്സിക്യൂട്ട് ചെയ്യാണ്. ശരി, എക്സിക്യൂട്ട് ചെയ്തപ്പോൾ നോക്കിയേ, ഈ ഡിഫോൾട്ട് കൺസ്ട്രക്ടറിൽ പ്രിന്റ് ചെയ്തു. നേരത്തെ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇൻസൈഡ് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പ്രിന്റ് ചെയ്തു. നെയിം എന്ന് പറയുന്നത് നള്ളാക്കി സെറ്റ് ചെയ്തു. ഏജ് എന്ന് പറയുന്നത്
0 ആക്കി സെറ്റ് ചെയ്തു. ആരുടെ നെയിം? പിയുടെ നെയിം. ആ ഒബ്ജക്റ്റിന്റെ നെയിം എന്ന് പറയുന്നതാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് ഞാൻ ഇവിടെ എന്ത് ചെയ്തു? പിയുടെ നെയിം എന്ന് പറയുന്നത് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. പിക്ക് ഇപ്പം നെയിം ഉണ്ടോ? ഇനിഷ്യൽ വാല്യൂ എന്തായിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്? നള്ളായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ ഔട്ട്പുട്ട് എന്താ വന്നിരിക്കുന്നത്? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നള്ളായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. ഏജ് എത്രയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു? 0 ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ എനിക്ക് ഇതല്ല വേണ്ടത്, ഇനിഷ്യൽ വാല്യൂ അല്ല വേണ്ടത്. എനിക്ക് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിനൊരു ഇനിഷ്യൽ വാല്യൂ വേണം. സേ അതിന് നെയിം എന്ന് പറയുന്നത് ABC ആയിട്ടാണ് ഇനിഷ്യൽ വാല്യൂ ഞാൻ പറയേണ്ടത്. ഏജ് എന്ന് പറയുന്നത് സേ ഒരു 25 ആയിട്ട് പറയും. ഓക്കെ, അപ്പോൾ നേരെ പേഴ്സണിലേക്ക് ഈ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇതിനകത്ത് പേഴ്സണിൻ്റെ കൺസ്ട്രക്ടറിനെ വിളിച്ചു. അപ്പോൾ നേരെ പേഴ്സണിൻ്റെ അകത്ത് കൺസ്ട്രക്ടർ ഉണ്ടോ എന്ന് പറഞ്ഞ് നോക്കി. ഉണ്ട്, 2 കൺസ്ട്രക്ടറാണുള്ളത്. അപ്പോൾ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഉണ്ട്, പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് നോക്കും. ഫസ്റ്റ് പാരാമീറ്റർ എന്താണ്? സ്ട്രിങ് ആണ്. സെക്കൻഡ് പാരാമീറ്റർ ആണ് ഇൻഡ് ആണ്. സോ അങ്ങനെ ഒരു കൺസ്ട്രക്ടർ ഉണ്ടോ എന്ന് പറഞ്ഞ് നോക്കും. സ്ട്രിങ്ങും ഇൻഡുമായിട്ടുള്ള ഒരു കൺസ്ട്രക്ടർ ഉണ്ടോ എന്ന് പറഞ്ഞ് നോക്കും. ഉണ്ടോ? യെസ്, ഉണ്ട്. എങ്കിൽ നേരെ ആദ്യം എന്ത് പ്രിന്റ് ചെയ്യിക്കും? ഇൻസൈഡ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യിപ്പിക്കും. എന്നിട്ട് എന്ത് സംഭവിക്കും? ആദ്യത്തെ പാരാമീറ്റർ എന്താണ്? നെയിം. അത് ആ ഒബ്ജക്റ്റിന്റെ നെയിമായിട്ട് സെറ്റ് ചെയ്യും. നെയിം ഏജ് എന്ന് പറയുന്നത് എന്തായിട്ട് സെറ്റ് ചെയ്യും? ഞാൻ ഈ പാസ് ചെയ്യുന്ന 25 എന്ന് പറയുന്നത് പി എന്ന് പറയുന്ന ഒബ്ജക്റ്റിന്റെ ഏജ് ആയിട്ട് സെറ്റ് ചെയ്യും. ഓക്കെ, ദിസ് എന്ന് പറയുന്നത് കറണ്ട് ഒബ്ജക്റ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കറണ്ട് ഒബ്ജക്റ്റ് ആരാണ്? പി ആണ്. അപ്പോൾ പിയുടെ നെയിം എന്ന് പറയുന്നത് ABC ആയിട്ടും പിയുടെ ഏജ് എന്ന് പറയുന്നത് 25 ആയിട്ടും സെറ്റ് ചെയ്യും. അതിനുശേഷം ഞാനൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണ് മാറ്റം വരുന്നതെന്നൊന്ന് നോക്കാം. ഓക്കെ, കമ്പൈൽ ചെയ്തു, റൺ ചെയ്യുന്നു. അപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഞാനൊന്ന് ഫുൾ സ്ക്രീൻ ആക്കി തരാം. നോക്കിയേ, ഇൻസൈഡ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിലേക്ക് വന്നു. നെയിം എന്ന് പറയുന്ന ABC ആയിട്ട് കൺസ്ട്രക്ട് ചെയ്തു, സെറ്റ് ചെയ്തു. ഏജ് എന്ന് പറയുന്നത് 25 ആയിട്ട്. അപ്പോൾ രണ്ടിൻ്റെയും വ്യത്യാസം മനസ്സിലായോ? ഞാൻ പാരാമീറ്റേഴ്സ് ഒന്നും പാസ് ചെയ്യാത്തപ്പോൾ നെയിം നള്ളായിട്ടും ഏജ് 0 ആയിട്ട് സെറ്റ് ചെയ്തു. പാരാമീറ്റർ പാസ് ചെയ്തപ്പോൾ ഞാൻ പാസ് ചെയ്യുന്ന വാല്യൂ ആണ് അതിൻ്റെ നെയിമായിട്ടും ഏജ് ആയിട്ടും സെറ്റ് ചെയ്തു. അപ്പോൾ 2 രീതിയിൽ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും യൂസിങ് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ആൻഡ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. ഇനി സ്ഥിരം ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെയാണ്. ആ ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ശേഷം നമുക്ക് ഡിസ്കഷൻ സെക്ഷനിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അപ്പോൾ ഒരു ക്ലാസ്സിനകത്ത് ഒരു കൺസ്ട്രക്ടറും ഇല്ല. ഞാനാണെങ്കിൽ പേഴ്സൺ പി ഈക്വൽ ടു ന്യൂ പേഴ്സൺ എന്ന് പറഞ്ഞ് ഉപയോഗിച്ച് ഞാനൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ ക്രിയേറ്റ് ആവുമോ? യെസ്, ഓഫ് കോഴ്സ് ഇറ്റ് വിൽ ക്രിയേറ്റ് ആൻ ഒബ്ജക്റ്റ്, ബിക്കോസ് ഇഫ് ദർ ഈസ് നോ കൺസ്ട്രക്ടേഴ്സ് then the system will create one constructor. ഇനി രണ്ടാമത്തെ കേസ് ഞാൻ പറഞ്ഞു കാണിച്ചു തരുന്നതിനെക്കാട്ടും ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഒരു ക്ലാസ് എടുത്തു. ആ ക്ലാസ്സിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ മാത്രമേ എഴുതുള്ളൂ. വാട്ട് ഈസ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ? പാരാമീറ്റേഴ്സ് ഉള്ള കൺസ്ട്രക്ടേഴ്സിനെയാണ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എഴുതിയോ? ഇല്ല. അപ്പം ഞാൻ എന്ത് മാത്രമേ എഴുതിയിട്ടുള്ളൂ? പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇങ്ങനെ ഒരു കേസിൽ ഞാൻ എന്ത് വെച്ച് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു? ഡിഫോൾട്ട് കൺസ്ട്രക്ടർ വെച്ച് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതാണ് എൻ്റെ ഒരു സിനാരിയോ. അപ്പോൾ ക്ലാസ്സിനകത്ത് എന്ത് മാത്രമേ ഉള്ളൂ? പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ മാത്രമേ ഉള്ളൂ. ഞാൻ എങ്ങനെയാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തത്? ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഉപയോഗിച്ച് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഉണ്ടാവും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു കൺസ്ട്രക്ടറും ഇല്ലാത്ത സമയത്ത് സിസ്റ്റം എന്ത് ജനറേറ്റ് ചെയ്യുന്നു? ഒരു ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനെ ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ കേസിനകത്ത് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ജനറേറ്റ് ചെയ്യുമോ അതോ എന്തെങ്കിലും എറർ തരുമോ എന്നാണ് എൻ്റെ ഒരു ഡൗട്ട്. അപ്പം ഞാനാണെങ്കിൽ റൺ ചെയ്ത് നോക്കുന്നു, എന്താണ് നടക്കുന്നതെന്ന് പറഞ്ഞൊന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഉടനെ പറയുന്നു, പേഴ്സൺ ക്ലാസ്സിനകത്ത് ഒരു കൺസ്ട്രക്ടർ ഉണ്ട്. ആ കൺസ്ട്രക്ടറിനകത്ത് 2 വാല്യൂസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒരു സ്ട്രിങ്ങും ഒരു ഇൻറ്റിജറും ഉണ്ട്. അപ്പോൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് പാസ് ചെയ്തിരിക്കണം? നിങ്ങൾ 2 പാരാമീറ്റേഴ്സ് പാസ് ചെയ്താലേ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഈ സിനാരിയോയിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? ഒരു ഡിഫോൾട്ട് ഏതെങ്കിലും ഒരു കൺസ്ട്രക്ടർ ഉണ്ട് എന്നുണ്ടെങ്കിൽ സിസ്റ്റം വോണ്ട് ക്രിയേറ്റ് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ. ആ കൺസ്ട്രക്ടർ ഉപയോഗിച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഒരു പാരാമീറ്റേഴ്സും ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് എറർ അടിക്കും?
അവിടെ റൺ ടൈം എറർ അല്ല അടിക്കുന്നത്, കമ്പൈൽ ടൈം എറർ തന്നെ അടിക്കും. കമ്പൈൽ ടൈം എറർ തന്നെ അടിക്കും. ഓക്കെ, ഇറ്റ് വിൽ ജനറേറ്റ് എ കമ്പൈൽ ടൈം എറർ റിക്വസ്റ്റിംഗ് മോർ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു എററാണ് അടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഒബ്ജക്റ്റ് ഈ ഒരു കേസിൽ ജനറേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ 2 പാരാമീറ്റേഴ്സ് പാസ് ചെയ്യണം, ഒരു സ്ട്രിങ്ങും ഒരു ഇൻറ്റിജറും. ഓക്കെ, അപ്പോൾ ഞാൻ അത് രണ്ടും കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഒന്ന് റൺ ചെയ്യാണ്. റൺ ചെയ്യുമ്പോൾ നെയിം ഈക്വൽ ടു സംഗീതം വന്നു, ഏജ് ഈക്വൽ ടു 25 വന്നു. അപ്പോൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഫൈൻ. ഇനി ഡൗട്ട് ഉള്ളവർക്ക് ഡൗട്ട് ചോദിക്കാം. തിരിച്ചാണെങ്കിലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ മാത്രമേ ഉള്ളൂ. അപ്പൊ അപ്പോഴും എറർ തന്നെ അടിക്കും. കാരണം ഞാൻ എന്റെ ക്ലാസ്സിനകത്ത് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ മാത്രമല്ലേ എഴുതിയിട്ടുള്ളൂ. പക്ഷെ ഞാൻ വിളിക്കുന്നത് എന്താണ്? സംഗീതം 25. അങ്ങനെ ഒരു ഡിക്ലറേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ടോ? പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഈ സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേറ്റ് ചെയ്യുന്ന എന്തായിരുന്നാലും എന്ത് മാത്രമേ ജനറേറ്റ് ചെയ്യുള്ളൂ? ഡിഫോൾട്ട് കൺസ്ട്രക്ടർ മാത്രമേ ജനറേറ്റ് ചെയ്യുള്ളൂ. പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ആര് ജനറേറ്റ് ചെയ്യത്തില്ല? ആര് ജനറേറ്റ് ചെയ്തില്ല? സിസ്റ്റം ജനറേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇനി വേറൊരു ഡൗട്ട് ചോദിക്കാം. സാറേ, ഇവിടെ രണ്ട് വേരിയബിൾസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ 2 പാരാമീറ്റേഴ്സ് മാത്രം തന്നെ സെറ്റ് ചെയ്യണം. 2 പാരാമീറ്റേഴ്സ് മാത്രം തന്നെ പാസ് ചെയ്യുന്ന കൺസ്ട്രക്ടേഴ്സ് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞൊരു ഡൗട്ട് ചോദിക്കാം. അല്ല, ചില കേസസിൽ നമുക്ക് എന്താണ് ചില ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നെയിം എന്ന് പറയുന്നത് എനിക്ക് 10 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യണം. ബാക്കിയെല്ലാം ഏജ് എന്ന് പറയുന്നത് 10 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യണം. ബാക്കിയെല്ലാം ഡിഫോൾട്ട് വാല്യൂ മാത്രം മതി. അപ്പോൾ അങ്ങനത്തെ കേസിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പേഴ്സൺ എന്ന് പറഞ്ഞൊരു ഒരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ അവിടെ ഏജ് മാത്രം പാസ് ചെയ്ത് കൊടുക്കും. എന്തിനാ ഞാൻ എന്ത് ചെയ്യും? ഏജ് മാത്രം ഞാൻ സെറ്റ് ചെയ്യും. ബാക്കിയെല്ലാം ഡിഫോൾട്ട് വാല്യൂസ് ആയിരിക്കും വരുന്നത്. ബാക്കി എല്ലാത്തിൻ്റെയും വാല്യൂസ് ഡിഫോൾട്ട് ആയിരിക്കും. അപ്പോൾ ഇതും എന്ത് തന്നെയാണ്? ഇതും ഒരു പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ തന്നെയാണ്. അപ്പോൾ ഇവിടെ 2 വേരിയബിൾ ഉണ്ടെങ്കിൽ ഞാൻ 2 വേരിയബിൾ തന്നെ എഴുതണമെന്നൊന്നുമില്ല, ഓരോ വേരിയബിൾ വെച്ച് എഴുതിയാലും മതി. ഓക്കെ, ശരി. ഇനി വേറെ ഏതെങ്കിലും ഡൗട്ട്? പക്ഷേ ഈ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിൽ ഇപ്പം നമ്മളവിടെ കോൾ കൺസ്ട്രക്ടർ ചെയ്യണ അതിനകത്ത് കൊടുക്കുന്ന പാരാമീറ്റേഴ്സ് ഇവിടെ വരണ്ടേ? ഞാനിവിടെ സംഗീതം എന്നല്ലേ കൊടുത്തത്, ആ സംഗീതം തന്നെയല്ലേ ഇവിടെ വരുന്നത്. പക്ഷെ ഏജും കൂടെ ഇല്ലയോ? അപ്പം ഇവിടെയും കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ 2 വരണ്ടേ? അല്ലല്ല, ആ സമയത്ത് ഇപ്പൊ ഏജ് മാത്രമാണ് ഞാൻ പാസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇങ്ങനെയായിരിക്കും ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. പേഴ്സൺ ഞാൻ 25 മാത്രം അല്ലെങ്കിൽ 10 മാത്രമേ പാസ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോ മനസ്സിലായോ? കാര്യം മനസ്സിലായോ? എടാ, നിനക്ക് വേറെ ഡൗട്ട് വല്ലതും ഉണ്ടോ? ഇല്ല. ഓക്കെ ആണല്ലോ, അടുത്ത സെഷനിലേക്ക് പോട്ടെ ഞാൻ. അഖിലേ, പോട്ടെ. വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ശരി. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ വേറൊരു കൺസെപ്റ്റും കൂടെ നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഞാൻ പറഞ്ഞിട്ട് പോവാം. നമുക്കൊരു സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ വേറൊരു കൺസെപ്റ്റും കൂടെ ഉണ്ട്. ഇവിടെ പേഴ്സൺ എന്ന് പറയുന്ന ഫംഗ്ഷൻ എത്ര ഉണ്ട്? എത്ര പേഴ്സൺ ഫംഗ്ഷൻ ഉണ്ട്? 1 എന്ന് പറയുന്ന പേഴ്സന്റെ ഫംഗ്ഷനാണ്. ഇതും ഒരു പേഴ്സൺ ഫംഗ്ഷനാണ്, ഇതും ഒരു പേഴ്സൺ ഫംഗ്ഷനാണ്. അപ്പൊ ഈ 3 എണ്ണവും എന്താണ്? പേഴ്സൺ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ്. ഇതിന്റെ എല്ലാം ഫംഗ്ഷൻ നെയിം സെയിം അല്ലേ? ഫംഗ്ഷൻ നെയിം സെയിം ആണ്. അപ്പൊ ഇതിനകത്തുള്ള ഡിഫറൻസ് എന്താണ്? ഇതിനകത്തുള്ള ഡിഫറൻസ് എന്ന് പറയുന്ന, ഇതിനകത്ത് ഫസ്റ്റ് കേസിൽ ഒരു പാരാമീറ്റേഴ്സും ഇല്ല, സെക്കൻഡിനകത്ത് 2 പാരാമീറ്റേഴ്സ് ഉണ്ട്, മൂന്നാമത്തേതിനകത്ത് ഒരു പാരാമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു പ്രോഗ്രാമിനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രോഗ്രാമാണ് കൺസ്ട്രക്ടർ ഓവർലോഡിങ് എന്ന് വിളിക്കുന്നത്. കൺസ്ട്രക്ടർ ഓവർലോഡിങ്. മോർ ദാൻ 1 കൺസ്ട്രക്ടർ ഒരു ക്ലാസ്സിനകത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ എന്താന്ന് വിളിക്കും? കൺസ്ട്രക്ടർ ഓവർലോഡിങ് എന്ന് വിളിക്കും. അപ്പൊ ഇത് കിട്ടാൻ വേണ്ടി, അതായത് ഒരു ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? പേഴ്സൺ
p2 ഈക്വൽ ടു ന്യൂ പേഴ്സൺ എന്ന് പറഞ്ഞ് വിളിച്ചാൽ മതി. ന്യൂ പേഴ്സൺ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഞാൻ എന്തിലോട്ട് വരും? ഡിഫോൾട്ട് കൺസ്ട്രക്ടറിലേക്ക് കോൾ ചെയ്യും. കോള് പോകുന്നത് എങ്ങോട്ടായിരിക്കും? ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനകത്തായിരിക്കും. ഡിഫോൾട്ട് കൺസ്ട്രക്ടർ. രണ്ടാമത്തെ കേസിൽ പോകുന്നത് 2 പാരാമീറ്റേഴ്സ് ഉള്ള പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിലേക്ക് പോകും. മൂന്നാമത്തെ കോൾ എന്തിലേക്കായിരിക്കും പോകുന്നത്? ഒരു പാരാമീറ്റർ ഉള്ള കൺസ്ട്രക്ടറിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു എക്സാമ്പിൾ എഴുതുന്നതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കൺസ്ട്രക്ടർ ഓവർലോഡിങ് അല്ലെങ്കിൽ ഓവർലോഡഡ് കൺസ്ട്രക്ടർ എന്ന് വേണമെങ്കിൽ വിളിക്കും. ഓക്കെ, ഇതിനാണ് കൺസ്ട്രക്ടർ ഓവർലോഡിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഇസ് എ മെത്തേഡ് അല്ലെങ്കിൽ ഫംഗ്ഷൻ. അപ്പോൾ മെത്തേഡ് ഓവർലോഡിങ് എന്നാണ് ഇതിന്റെ ജനറലൈസ്ഡ് ടേം. ഇതിനെ വിളിക്കുന്ന ജനറൽ ടേം എന്ന് പറയുന്നത് എന്താണ്? മെത്തേഡ് ഓവർലോഡിങ് ആണ്. അപ്പോൾ അതിന് ഒരു വേരിയേഷൻ, അതിന്റെ ഒരു സ്പെഷ്യൽ വേരിയേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കൺസ്ട്രക്ടർ ഓവർലോഡിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കൺസ്ട്രക്ടർ ഓവർലോഡിങ് എന്താണെന്നുള്ള കാര്യം ഒന്ന് നോക്കാം. ഓക്കെ, കൺസ്ട്രക്ടർ ഓവർലോഡിങ്. അപ്പം ഞാനാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഒരു ഓവർലോഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എഴുതാൻ പോവുകയാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ, ഒരു ജസ്റ്റ് തിയറി പോലെയുണ്ട്. ആ തിയറി ഞാൻ ഓരോ കാര്യങ്ങളും പറയുന്ന കൂട്ടത്തിൽ എഴുതി പോവാം. നിങ്ങൾക്ക് അത് വ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഓവർലോഡ് ഡോട്ട് ജാവ എന്നാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ ക്ലാസ്സിൻ്റെ പേരും എന്തായിരിക്കണം? ഓവർലോഡ് ആയിരിക്കണം. ഓവർലോഡ്. ശരി, ഞാൻ ക്ലാസ് എഴുതി. അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ എഴുതുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏരിയ കണ്ടുപിടിക്കേണ്ട, അല്ലെങ്കിൽ 2 നമ്പർ ആഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് എഴുതുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ മെത്തേഡ് ഓവർലോഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? two or more functions or methods are said to be overloaded if they follows first one. All functions or methods should have same function name. എല്ലാത്തിനും എന്ത് വേണം? ഫംഗ്ഷൻ നെയിം സെയിം ആയിരിക്കണം. There should be difference in either first one, number of parameters being passed. അതായത് ആ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സിന്റെ എണ്ണത്തിൽ വ്യത്യാസം കാണണം. നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് പാസ്ഡ് ടു ദ ഫംഗ്ഷൻ അല്ലെങ്കിൽ മെത്തേഡ്സ്. രണ്ടാമത്തെ ഡിഫറൻസ് ഒന്നുകിൽ ഇതായിരിക്കണം, അല്ലെങ്കിൽ ഓർ there should be change in, അതായത് നമ്പറിന് 2 നമ്പറും സെയിം ആണ്. അതായത് 2 പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ 2 ഫംഗ്ഷന് 2 പാരാമീറ്റേഴ്സേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിനെന്ത് വേണം? ചേഞ്ച് ഇൻ ഡേറ്റ ടൈപ്പ് ഉണ്ടായിരിക്കണം. ചേഞ്ച് ഇൻ ഡേറ്റ ടൈപ്പ് ഓഫ് ദി പാരാമീറ്റേഴ്സ് ബീയിങ് പാസ്ഡ്. അപ്പോൾ ഇനി മൂന്നാമത്തെ ഒരു ഇത്രയാണ് കണ്ടീഷൻസ്. ഇനി ഒരു നോട്ട് എന്ന് പറയുന്നത് റിട്ടേൺ ടൈപ്പ് does not depend on, is not a factor of method overloading. ഇതാണ് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. അതായത് ഫസ്റ്റ് എന്താണ്? എല്ലാ മെത്തേഡിനും എല്ലാ ഫംഗ്ഷൻസിനും ഫംഗ്ഷൻ നെയിം സെയിം ആയിരിക്കണം. എന്നിട്ട് 2 ഫംഗ്ഷന് എന്തായിരിക്കണം? ഡിഫറൻസ് ഉണ്ടാവേണ്ടത് ഒന്നുകിൽ പാരാമീറ്റേഴ്സിന് ഡിഫറൻസ് ഉണ്ടാവണം, അല്ലെങ്കിൽ എന്താണ്? അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് ടൈപ്പിന് ഡിഫറൻസ് ഉണ്ടായിരിക്കണം. അപ്പം ഞാനാണെങ്കിൽ ഒരു എക്സാമ്പിൾ എഴുതുകയാണ്. എൻ്റെ ഫംഗ്ഷൻ്റെ പേരെന്ന് പറയുന്നത് ടെസ്റ്റ് എന്നാണ്.
ഞാൻ ഇതിനകത്ത് എന്തെങ്കിലും പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പം ഞാൻ ഇവിടെ എഴുതുന്നത് println no parameters. ഇതേ ഫംഗ്ഷൻ. അപ്പോൾ ഫംഗ്ഷൻ്റെ നോക്കി, ഫംഗ്ഷൻ്റെ പബ്ലിക് തന്നെയാണ്, വോയിഡ് തന്നെയാണ്, ടെസ്റ്റ്. ഞാൻ ഇവിടെ 2 പാരാമീറ്റേഴ്സ് പാസ് ചെയ്യും. ഇൻറ്റ് എ അല്ലെങ്കിൽ ഒരു പാരാമീറ്റർ പാസ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്താണ്? 1 പാരാമീറ്റർ. അപ്പോൾ ഇതും ഫസ്റ്റ് വണ്ണും സെക്കൻഡ് വണ്ണും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഫംഗ്ഷൻ നെയിം സെയിം ആണ്, പക്ഷേ എന്തുണ്ട്? ചേഞ്ച് ഇൻ നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് ഉണ്ട്. അടുത്തത് ഞാൻ ഒരു പാരാമീറ്റർ തന്നെ ഞാൻ എഴുതുന്നു, ഡബിൾ എ. അപ്പോൾ ഇവിടെ എന്താണ് ഡിഫറൻസ് ഉള്ളത്? ബട്ട് ചേഞ്ച് ഇൻ ഡേറ്റ ടൈപ്പിന് ചേഞ്ച് ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഫംഗ്ഷനും മൂന്നാമത്തെ ഫംഗ്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രണ്ടാമത്തെ ഫംഗ്ഷനിൽ ഒരെണ്ണേ ഉള്ളൂ, മൂന്നാമത്തെ ഫംഗ്ഷനും ഒരെണ്ണേ ഉള്ളൂ, പക്ഷേ അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ ഡേറ്റ ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഈ 3 ഫംഗ്ഷൻ മതി. അപ്പോൾ എല്ലാ പ്രോപ്പർട്ടീസും ആയല്ലോ. അപ്പോൾ 1ഉം 2ഉം എങ്ങനെയാണ് ഡിഫർ ചെയ്യുന്നത്? നമ്പർ ഓഫ് പാരാമീറ്റേഴ്സിലും 2ഉം 3ഉം എങ്ങനെയാണ് ഡിഫർ ചെയ്യുന്നത്? ചേഞ്ച് ഇൻ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു കേസ് വെച്ചാണ്. എല്ലാത്തിൻ്റെയും ഫംഗ്ഷൻ നെയിം സെയിമുമാണ്. ശരി, ഞാനാണെങ്കിൽ എന്ത് ചെയ്യാണ്? ഇതിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ടെസ്റ്റ് ക്ലാസ് എഴുതുന്നു. ടെസ്റ്റ് ക്ലാസ്സിനകത്ത് ഞാൻ ആരുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു? ഓവർലോഡ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ്, ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, ഓവർലോഡ്. ശരി, ഓ ഡോട്ട് ടെസ്റ്റ് വിളിക്കുന്നു. അപ്പോൾ ഏത് ഫംഗ്ഷനെ വിളിക്കും? നോ പാരാമീറ്റേഴ്സ് ഉള്ള ഫംഗ്ഷനെ വിളിക്കും. ഞാൻ 10 വിളിക്കുന്നു. അപ്പോൾ ആരെ വിളിക്കും? അപ്പോൾ ഇൻറ്റിജറിനെ വിളിക്കും. ഞാൻ 12.5 എന്ന് പറഞ്ഞൊരു കാര്യം വിളിക്കുന്നു. അപ്പോൾ ആരെ വിളിക്കും? അപ്പോൾ അത് ഡബിൾ എന്ന് പറയുന്ന ആ ഒരു കേസിലേക്ക് പോകും. ഓക്കെ, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്ക് റിക്വയർഡ് ആയിട്ടുള്ള ആൻസേഴ്സ് തന്നെയാണോ വരുന്നതെന്ന് അറിയാൻ വേണ്ടി. ഓക്കെ, നോ പാരാമീറ്റേഴ്സ്, 1 പാരാമീറ്റർ ബട്ട് ചേഞ്ച് ഇൻ ഡേറ്റ ടൈപ്പ്. ഞാൻ ഒരു നോട്ടായിട്ടൊരു കാര്യം കൂടെ പറഞ്ഞതിൻ്റെ എക്സാമ്പിളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതായത് ഞാനാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു കാര്യം എഴുതുന്നു, റിട്ടേൺ. അപ്പോൾ ഇവിടെ എന്താണ് റിട്ടേൺ ടൈപ്പ്? ഡബിൾ. ഓക്കെ, ഡബിൾ. ഞാനിവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എഴുതി. അപ്പോൾ 3ഉം 4ഉം കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും സെയിം ആണ്. ഫംഗ്ഷൻ നെയിം സെയിം ആണ്, ഡബിൾ ഒരു പാരാമീറ്ററേ ഉള്ളൂ, ആ പാരാമീറ്ററിൻ്റെ ടൈപ്പും ഡബിൾ തന്നെയാണ്. പക്ഷേ ദർ ഈസ് ഡിഫറൻസ് ഇൻ റിട്ടേൺ ടൈപ്പ്. അപ്പോൾ റിട്ടേൺ ടൈപ്പിന് ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മെത്തേഡ് ഓവർലോഡിങ് ആണോ എന്നാണ് എൻ്റെ ഡൗട്ട്. അപ്പോൾ ഞാനാണെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ എറർ അടിച്ചു. അതായത് റിട്ടേൺ ടൈപ്പ് മാറി എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഒരു സെപ്പറേറ്റ് ഡെഫിനിഷനായിട്ട് അല്ലെങ്കിൽ ഫംഗ്ഷനായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നാണ് അത് പറയുന്നത്. അതായത് ഓൾറെഡി ഡിഫൈൻഡ് ഫംഗ്ഷനാണ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ അകത്ത് എന്ത് തന്നെ വേണം? പാരാമീറ്റേഴ്സിൽ ചേഞ്ച് ഉണ്ടായേ പറ്റൂ. പാരാമീറ്റേഴ്സിൽ ചേഞ്ച് ഉണ്ടാവണം, അല്ലെങ്കിൽ ടൈപ്പിൽ ചേഞ്ച് ഉണ്ടാവണം. അല്ലാതെ റിട്ടേൺ ടൈപ്പിൽ ചേഞ്ച് ഉണ്ട് എന്ന് പറഞ്ഞ് അതെന്താവത്തില്ല? മെത്തേഡ് ഓവർലോഡിങ് എന്ന് പറഞ്ഞൊരു കാര്യം ആവത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഒരു എന്താണ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്താണ് സ്ക്വയർ, ഏരിയ ഓഫ് എ സർക്കിൾ, സ്ക്വയർ, റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞൊരു. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ ചേഞ്ച് മാത്രമേ വരുത്തുള്ളൂ. ടെസ്റ്റിന് പകരം ഞാൻ എന്ത് കൊടുക്കുന്നു? ഏരിയ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ എനിക്കറിയാം ലെങ്ത്തും ബ്രെഡ്ത്തും ഉണ്ടെങ്കിൽ മാത്രമല്ലേ എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ? ഏരിയ ഓഫ് എ സർക്കിൾ ട്രയാങ്കിൾ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. സോ ഞാനത് പാസ് ചെയ്യുന്നു. ഏരിയ ഈക്വൽ ടു എന്താണ്? L ഇൻറ്റു ബി. കഴിഞ്ഞു. അപ്പോൾ ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ഞാൻ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എങ്ങനെ ഏരിയ ഓഫ് എ സർക്കിൾ കണ്ടുപിടിക്കാൻ പറ്റും?
ഏരിയ ഓഫ് എ സർക്കിൾ ഞാൻ റേഡിയസ് പാസ് ചെയ്യണം. സർക്കിൾ ഈക്വൽ ടു എങ്ങനെയാണ് 3.14 ഇൻറ്റു ആർ ഇൻറ്റു ആർ ചെയ്ത് കഴിഞ്ഞാൽ എന്തുമായി സർക്കിളിൻ്റെ റേഡിയസ് ആയി. ഇനി എനിക്ക് സ്ക്വയറിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കണം. സ്ക്വയറിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഇവിടെ സ്ക്വയറിൻ്റെ എന്ന് പറയുന്നത് എനിക്ക് എന്ത് മാത്രം മതി? എനിക്ക് ഒരു പാരാമീറ്റർ മാത്രം മതി. അപ്പോൾ ഞാൻ എ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ സെയിം ആയി പോകും. അപ്പോൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ ഐദർ ഏതിൻ്റെ ടൈപ്പ് മാറ്റുക? സർക്കിളിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റിന് പകരം ഡബിൾ എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഒരു ചേഞ്ച് വന്നില്ലേ? നേരത്തെ രണ്ടിലും എന്താണ് വന്നിരിക്കുന്നത്? രണ്ടിലും ഒരു പാരാമീറ്റർ ആയിപ്പോയി. അപ്പോൾ ഇൻറ്റ് എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ സെയിം പ്രോട്ടോടൈപ്പ് ആയിപ്പോകും, അല്ലെങ്കിൽ ഡെഫിനിഷൻ ആയിപ്പോകും. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഡേറ്റ ടൈപ്പ് മാറ്റുക. ഒന്ന് ഡബിൾ ആക്കുക, മറ്റേത് ഇൻറ്റ് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഇവിടെ ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാൻ പറ്റും? ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് സ്ക്വയർ ഈക്വൽ ടു എ ഇൻറ്റു എ ഇൻറ്റു എ. അപ്പോൾ നമുക്ക് നേരത്തെ പോലെ അതിനകത്ത് ഒന്ന് ഇതേ ഈ ടെസ്റ്റ് മാറ്റി ഏരിയ എന്ന് പറഞ്ഞ് വിളിച്ചു നോക്കാം. 10 ഇൻറ്റു 20, ഇവിടെ 10 തന്നെ കൊടുക്കുന്നു, അവിടെ 10.5 അല്ലേ, 10.5. ഇവിടെ ഞാൻ കൊടുക്കുന്നത് 12 കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഡിഫറൻസ് ഉള്ളതെന്ന് പറഞ്ഞ് നോക്കാം. ടെസ്റ്റ് മാറ്റിയില്ല, ശരി, ഓക്കെ. ഏരിയ ഞാൻ റൺ ചെയ്യാണ്. അപ്പോൾ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ കിട്ടി, സർക്കിൾ കിട്ടി, സ്ക്വയർ കിട്ടി. അപ്പോൾ എളുപ്പമുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അതൊക്കെ. ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് ഏരിയയൊക്കെ കണ്ടുപിടിക്കാനുള്ള ആ ഒരു മെത്തേഡ്, ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സിമ്പിൾ എക്സാമ്പിൾ ഫോർ മെത്തേഡ് ഓവർലോഡിങ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് കഴിഞ്ഞു? സെക്കൻഡ് മോഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തു. സെക്കൻഡ് മോഡ്യൂൾ അല്ലേ? സെക്കൻഡ് മോഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലാസ് ഒന്നും എടുക്കാൻ പറ്റുമോ സാർ? ഏത് ക്ലാസ്? മെയിൻ. ഓക്കെ, ശരി, മെയിൻ എടുത്തു. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സാർ, ഈ ക്ലാസ് ഓവർലോഡ് ഉണ്ടല്ലോ, അതില് ക്ലാസ് നെയിമും ഈ ഫംഗ്ഷൻ നെയിമും ഒരേപോലെ എഴുതാൻ പറ്റും? ഇപ്പൊ ക്ലാസ് ഏരിയ എന്ന് എഴുതി ഫംഗ്ഷൻ നെയിമും ഏരിയ എന്ന് തന്നെ എഴുതാൻ പറ്റുമോ? അതെന്തായി മാറും? അതെന്ന് പറയുന്നത് കൺസ്ട്രക്ടർ ആയിട്ട് മാറും. ഇപ്പൊ നീ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കുഴപ്പമില്ല, കാരണം ജാവയിൽ കേസ് സെൻസിറ്റീവ് ആണ്. ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേസ് സെൻസിറ്റീവ് ആണ്. അപ്പോൾ ഇത് കുഴപ്പമില്ല, അത് കൺസ്ട്രക്ടർ ആവത്തില്ല. പക്ഷെ നീ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പണി. ഓക്കെ, കാരണം പക്ഷേ കൺസ്ട്രക്ടറിന് നമ്മള് ടൈപ്പ് ഡിഫൈൻ ചെയ്യൂലല്ലോ. ഇത് പക്ഷെ ടൈപ്പ് ഡിഫൈൻ ചെയ്തിട്ടില്ലേ? ടൈപ്പ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് നമുക്ക് നോക്കാം, ഒന്ന് ചെയ്ത് നോക്കാം. അത് ടൈപ്പ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അല്ല, അത് കുഴപ്പമില്ല. അവിടെ എന്താണ് എറർ അടിക്കുന്നതെന്ന് പറഞ്ഞ് നോക്കട്ടെ. അപ്പോൾ ഇവിടെ നോക്കിയേ, നമ്മൾ എന്നാൽ കോൾ ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് സംഭവിക്കും? നീ ഇങ്ങനെ ഏരിയ എന്ന് പറഞ്ഞ് വിളിക്കാൻ പറ്റത്തില്ല. ഓക്കെ, സോറി, ഏരിയ ഇല്ലല്ലോ. അവിടെ ഫുൾ മാറ്റേണ്ടി വരും അവിടെ. അപ്പൊ നമുക്ക് ഇവിടെ ഓവർലോഡ് എന്ന് പറഞ്ഞ് നോക്കാം. അപ്പുറത്ത് മാറ്റണ്ടേ? നോക്കാം എന്താ സംഭവിക്കുന്നത് നോക്കാം. റണ്ണായി. വർക്കായി, കുഴപ്പമില്ലടാ. അത് റിട്ടേൺ ടൈപ്പ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്തായി മാറുന്നുണ്ട്? അത് സാധാരണ ഒരു ഫംഗ്ഷൻ ആയിട്ട് മാറുന്നുണ്ട്. കുഴപ്പമില്ല, വർക്കാവുന്നുണ്ട്. അപ്പോൾ സാധാരണ ഒരു ഫംഗ്ഷൻ ആയിട്ട് മാറും. അത് റിട്ടേൺ ടൈപ്പ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്തായും ആവൂല, അത് കൺസ്ട്രക്ടർ ആവത്തില്ല.
പറഞ്ഞോ. വേറെ ഡൗട്ടൊന്നുമില്ല? ബാക്കിയുള്ളവർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ലല്ലോ? അടുത്ത പാർട്ടിലേക്ക് നമ്മൾ പോട്ടെ. കുഴപ്പമുണ്ടോ? ഹലോ? ഇല്ല, കുഴപ്പമില്ല സാർ. എപ്പോഴേ ഈ ക്ലാസ്സിനും ഫംഗ്ഷനൊക്കെ നമുക്ക് സെയിം പേര് കൊടുത്ത് ചെയ്യാല്? കൊടുത്തു ചെയ്യാം, കുഴപ്പമില്ല. നിങ്ങൾ അങ്ങനെ നിർബന്ധം പിടിച്ച് ചെയ്യണ്ട. ഇപ്പോൾ ഏരിയ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏരിയ എന്ന് പറഞ്ഞ് എഴുതുന്നതായിരിക്കും യൂസർ ഫ്രണ്ട്ലി. നെയിം കൊടുക്കുന്നതായിരിക്കും നല്ലത് എപ്പോഴും. അപ്പോൾ അങ്ങനത്തെ ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. ഓക്കെ ഓക്കെ. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാം. ജസ്റ്റ് ഒരു സ്റ്റാറ്റിക് എന്ന് പറഞ്ഞൊരു വേരിയബിളിനെ പറ്റി കൂടെ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നിർത്താം. ഓക്കെ, സ്റ്റാറ്റിക് വേരിയബിൾ. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു ക്ലാസ് എഴുതാൻ പോവാണ്. ആ ക്ലാസ്സിൻ്റെ പേര് എന്ത് കൊടുക്കാം? ടെസ്റ്റ് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കുന്നു. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നു. ഓക്കെ, ടെസ്റ്റ് സ്റ്റാറ്റിക് ഡോട്ട് ജാവ. ക്ലാസ് ടെസ്റ്റ് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ 2 വേരിയബിൾ, പ്രൈവറ്റ് ഇൻറ്റ് ടെസ്റ്റ് അല്ലെങ്കിൽ കൗണ്ട്. ഓക്കെ, ഇനി ഈ കൗണ്ട് സെറ്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ എഴുതുകയാണ്. പബ്ലിക് വോയിഡ് സെറ്റ് കൗണ്ട് ഇൻറ്റ് കൗണ്ട് ദിസ് ഡോട്ട് കൗണ്ട് ഈക്വൽ ടു കൗണ്ട്. ദിസ് ഡോട്ട് കൗണ്ട് ഈക്വൽ ടു കൗണ്ട്. ഇനി അത് ഗെറ്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ എഴുതുകയാണ്. വോയിഡ് ഗെറ്റ് കൗണ്ട്. എന്നിട്ട് റിട്ടേൺ കൗണ്ട് കൊടുക്കും. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ എൻ്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I want to count the number of object created by a class. ഒരു ക്ലാസ് ഉണ്ട്, ഈ ടെസ്റ്റ് സ്റ്റാറ്റിക് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. ഈ ക്ലാസ് എത്ര ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയണം. ഞാനൊരു ടെസ്റ്റ് ചെയ്ത് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ടെസ്റ്റ് സ്റ്റാറ്റിക് T1 ന്യൂ ടെസ്റ്റ് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ എത്ര ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു? 1. ഞാൻ T2 കൊടുത്തു. ഇപ്പോൾ എത്ര ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു? 2. ഇപ്പോൾ എത്ര ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു? 3. അപ്പോൾ 3 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ കൗണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പ്രിന്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്തെന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യണം? 3 എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യണം. കാരണം 3 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തല്ലോ. അതാണ് എൻ്റെ എയിം. അതിന് വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്? സ്റ്റാറ്റിക് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് സ്റ്റാറ്റിക്കിനകത്ത് കൗണ്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഏത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് കോൾ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതെന്ന് പറയുന്നത് എന്താണ്? അതിനെ വിളിക്കുന്ന പേരാണ് കൺസ്ട്രക്ടർ. ഈ കൺസ്ട്രക്ടറിൻ്റെ അകത്ത് ഞാൻ എന്ത് പറയുന്നു? കൺസ്ട്രക്ടറിനകത്ത് ഞാൻ പറയുന്നു കൺസ്ട്രക്ടർ വിളിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? കൗണ്ടിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും. അപ്പോൾ കൗണ്ട് ഇനിഷ്യലി 0 ആയിരിക്കും. ആദ്യത്തെ പ്രാവശ്യം വരുമ്പോൾ കൗണ്ട് എന്ന് പറയുന്നത് 1 ആവും. രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ കൗണ്ട് എന്ന് പറയുന്നത് 2 ആവും. മൂന്നാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ കൗണ്ട് എന്ന് പറയുന്നത് 3 ആവും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഇവിടെ ടെസ്റ്റിനകത്ത് വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് println count of objects equal to ഏതെങ്കിലും T3 ഡോട്ട് ഗെറ്റ് കൗണ്ട്. അപ്പോൾ കൗണ്ടിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ എന്താണെന്ന് പറഞ്ഞ് എനിക്ക് ഡിസ്പ്ലേ ചെയ്ത് തരും.
അപ്പോൾ ഞാൻ ഒന്ന് റൺ ചെയ്ത് നോക്കുകയാണ്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ 3 ആണ്. അപ്പോൾ കൗണ്ട് ഞാൻ ഇൻ്റ് എന്നാണോ കൊടുത്തിരിക്കുന്നത്? ഓക്കെ, ശരി, എറർ ഒന്നുമില്ല. ഞാൻ റൺ ചെയ്യാൻ പോവാണ്. ടെസ്റ്റ്. അയ്യോ, ആൻസർ എത്രയാണെന്നാണ് വന്നിരിക്കുന്നത്? 1 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ് കാര്യം? എന്താണ് ഇതിന് 1 എന്ന് പറഞ്ഞ ആൻസർ? ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ 3 ആണ്. 3 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് 3 ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ 1 വന്നത്? കാരണം ഹിയർ കൗണ്ട് ഈസ് എ മെമ്പർ വേരിയബിൾ. മെമ്പർ വേരിയബിൾ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും അതിന് സെപ്പറേറ്റ് മെമ്മറിയാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. സേ ആദ്യം T1 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ കൗണ്ടിന് 1000 എന്ന് പറഞ്ഞൊരു മെമ്മറിയാണ് വന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ 1000 ഇനിഷ്യൽ വാല്യൂ എന്താണ്? 1000-നകത്ത് കൗണ്ട് ഉണ്ട്. കൗണ്ട് കിടക്കുന്നത് 1000-നകത്താണ്. അവിടെ കിടക്കുന്ന വാല്യൂ 0 ആണ്. അപ്പോൾ കൺസ്ട്രക്ടറിനകത്ത് കയറുമ്പോൾ എന്ത് സംഭവിക്കും? കൗണ്ട് പ്ലസ് ചെയ്യും. അപ്പോൾ കൗണ്ടിൻ്റെ വാല്യൂ എത്രയായി? അത് 0 മാറി 1 ആയി. ഇനി T2 ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് വേറൊരു മെമ്മറി ലൊക്കേഷനകത്താണ് കൗണ്ട് വരുന്നത്. അപ്പോൾ അത് 2000 ആണ്. അപ്പോൾ കൗണ്ട് എന്തായി മാറി? അവിടെയും ഇനിഷ്യൽ വാല്യൂ 0. അവിടെ നിന്ന് കൺസ്ട്രക്ടറിനകത്ത് കയറുമ്പോൾ 1 ആയി. T3 വരുമ്പോൾ വേറൊരു ലൊക്കേഷനാണ്. അവിടെയും കൗണ്ട് ഉണ്ട്. കൗണ്ടിൻ്റെ ഇനിഷ്യൽ വാല്യൂ എന്തായിരുന്നു? 0 ആണ്. അത് കൺസ്ട്രക്ടറിനകത്ത് കയറുമ്പോൾ 1 ആയി. മനസ്സിലായോ? അപ്പോൾ ഓരോ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മെമ്പർ വേരിയബിൾസിന് ഡിഫറെൻറ്റ് മെമ്മറിയാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ കേസിന് എന്താ വേണ്ടത്? ഒബ്ജക്ട്സിന് എല്ലാം കൂടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു മെമ്മറിയാണ് ആവശ്യമുള്ളത്, അല്ലേ? അതായത് ഓൾറെഡി ഒരു ഒബ്ജക്റ്റിന് വേണ്ടി ആ മെമ്മറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ക്രിയേറ്റ് ചെയ്യരുത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കീവേഡാണ് സ്റ്റാറ്റിക്. അപ്പോൾ സാധാരണ ഒരു വേരിയബിളും സ്റ്റാറ്റിക് വേരിയബിളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? Whenever we declare a variable as a static variable, then for all objects it allocate only memory once. എല്ലാ ഒബ്ജക്റ്റിനും ഒരിക്കൽ മാത്രമേ അതെന്ത് ചെയ്യത്തുള്ളൂ? മെമ്മറി അലോക്കേറ്റ് ചെയ്യത്തുള്ളൂ അങ്ങനത്തെ വേരിയബിൾസ്. പക്ഷേ ഒരു സാധാരണ മെമ്പർ വേരിയബിൾ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ അലോക്കേറ്റ് മെമ്മറി ഫോർ ഈച്ച് ഒബ്ജക്റ്റ്. ഓരോ ഒബ്ജക്റ്റിനും മെമ്മറി അലോക്കേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ഈ ഒരു കാര്യത്തിന് ഞാൻ പറയാം. ആദ്യത്തെ കേസിൽ എന്ത് സംഭവിക്കുന്നു? 1000 വരുന്നു. 1000-ൽ മെമ്മറി ക്രിയേറ്റ് ചെയ്തു. ഇനിഷ്യൽ വാല്യൂ 0 ആയിരുന്നു. അത് കൺസ്ട്രക്ടറിനകത്ത് കയറിയപ്പോൾ 1 ആയി. T2 ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. T2 ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കൗണ്ട് ഉണ്ടോ എന്ന് പറഞ്ഞ് നോക്കുന്നു. കൗണ്ട് ഓൾറെഡി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ അതിൻ്റെ വാല്യൂ 1-ൽ നിന്നും എന്തിലോട്ട് മാറും? 2-ലോട്ട് മാറും. പിന്നെ എന്ത് ചെയ്യും? അത് 3-ലേക്ക് മാറും. ഇങ്ങനെയാണ് അവിടെ വർക്കിംഗ് വരുന്നത്. മനസ്സിലായോ? സ്റ്റാറ്റിക് വേരിയബിളിന്റെ വർക്കിംഗ് അങ്ങനെയാണ് വരുന്നത്. അതായത് എല്ലാ ഒബ്ജക്ട്സിനും ഒരു മെമ്മറി മാത്രമേ അലോക്കേറ്റ് ചെയ്യൂ. അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഈ ഒരു കാര്യം. ഓക്കെ, നമ്മൾ എക്സ്പെക്ട് ചെയ്തതുള്ള വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. കണ്ടോ? കൗണ്ട് ഓഫ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് 3 ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ അതിന്റെ വർക്കിംഗ് എന്താണെന്ന് മനസ്സിലായല്ലോ. സ്റ്റാറ്റിക് മെമ്പർ വേരിയബിളും സാധാരണ മെമ്പർ വേരിയബിളിൽ നിന്നും തമ്മിലുള്ള വ്യത്യാസം. ശരി, ഇനി സ്റ്റാറ്റിക് മെമ്പർ വേരിയബിൾ എന്ന് പറയുമ്പോൾ അതെന്ന് പറയുന്നത് കോമൺ ഫോർ ഓൾ ഒബ്ജക്ട്സ് അല്ലേ? അത് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനത്തെ കേസിൽ ഇപ്പോൾ കൗണ്ടിന്റെ വാല്യൂ എനിക്ക് കാണണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? എനിക്ക് അത് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാതെ നമുക്ക് എങ്ങനെ ഒരു ഫംഗ്ഷനെ വിളിക്കാൻ പറ്റും? എന്ത് ചെയ്താൽ മതി? സ്റ്റാറ്റിക് ഫംഗ്ഷൻ എഴുതിയാൽ മതി. അപ്പോൾ സ്റ്റാറ്റിക് മെമ്പർ വേരിയബിൾ ആണ്. ഇതിനെ സ്റ്റാറ്റിക് ഫംഗ്ഷൻ എന്ന് വിളിക്കും. സ്റ്റാറ്റിക് ഫംഗ്ഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റിക് മെത്തേഡ് എന്ന് വിളിക്കും. അപ്പോൾ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞൊരു കീവേഡും കൂടെ ആഡ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഒരു ഫംഗ്ഷനെ ഞാൻ സ്റ്റാറ്റിക് ആക്കി എങ്കിൽ എനിക്ക്
ഗെറ്റ് കൗണ്ട് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ് ഞാൻ സ്റ്റാറ്റിക് ആയിട്ട് മാറ്റിയത്. അതിനെ കോൾ ചെയ്യാൻ വേണ്ടി ഒരു ഒബ്ജക്റ്റിന്റെ ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? അതിന്റെ ക്ലാസ് നെയിം വെച്ചതിനെ നമുക്ക് വിളിക്കാൻ പറ്റും. ടെസ്റ്റ് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ് നമുക്ക് വിളിക്കാൻ പറ്റും. ടെസ്റ്റ് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ് എനിക്ക് വിളിക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്താൽ മതി? അപ്പോൾ ഒരു ക്ലാസ് നെയിം ഡോട്ട് ആ ഫംഗ്ഷന്റെ നെയിം വച്ച് വിളിച്ചാൽ മതി. അപ്പോൾ ഇതിന് കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. അതിന്റെ അഡ്വാൻറ്റേജ് ഒക്കെ ഞാൻ പറയാം. അതിന് മുമ്പ് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ജാവ ടെസ്റ്റ്. നേരത്തെ അതേ ഫംഗ്ഷനാലിറ്റിനെ നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞു? ഒരു സ്റ്റാറ്റിക് ഫംഗ്ഷൻ വിളിക്കാൻ വേണ്ടി എന്തിൻ്റെ ആവശ്യമില്ല? എനിക്ക് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ പേര് വെച്ചതിന്, ക്ലാസ് നെയിം വെച്ചതിന് നമുക്ക് കോൾ ചെയ്യാം. ഇതിന് വേറൊരു കുറച്ച് കുഴപ്പങ്ങളുണ്ട്. ഇപ്പോൾ ഞാനാണെങ്കിൽ ഒരു സ്റ്റാറ്റിക് മെമ്പർ ഫംഗ്ഷൻ്റെ അകത്ത് നിന്ന് ഞാൻ എന്തിനെ കോൾ ചെയ്യാണ്? ഒരു സാധാരണ നോർമൽ മെമ്പർ ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. ഓക്കെ, സ്റ്റാറ്റിക് മെമ്പർ ഫംഗ്ഷനകത്ത് നിന്ന് നോർമൽ മെമ്പർ ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഗെറ്റ് കൗണ്ട് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് ഫംഗ്ഷനാണ്. സെറ്റ് കൗണ്ട് എന്ന് പറയുന്നത് സാധാരണ നോർമൽ ഫംഗ്ഷനാണ്. ഇറ്റ്സ് എ നോർമൽ മെമ്പർ ഫംഗ്ഷൻ. ഈ നോർമൽ മെമ്പർ ഫംഗ്ഷനെ വിളിക്കുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള കാര്യം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പം നോക്കിയേ, ഒരു എറർ അടിച്ചു. ഒരു സ്റ്റാറ്റിക് ഫംഗ്ഷനകത്ത് നിന്ന് നമുക്ക് ഒരു നോൺ സ്റ്റാറ്റിക് ഫംഗ്ഷനെ വിളിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഒരു മിനിറ്റ്. എടാ പൂർണിമ, അപ്പോൾ ഒരു സ്റ്റാറ്റിക് മെമ്പർ ഫംഗ്ഷനകത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒരു നോൺ സ്റ്റാറ്റിക് ഫംഗ്ഷനെ വിളിക്കാൻ പറ്റത്തില്ല. അതാണ് ഇതിൻ്റെ ഇഷ്യൂ. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു കാര്യം മനസ്സിലാക്കി. ഫ്രം എ സ്റ്റാറ്റിക് ഫംഗ്ഷൻ വി കനോട്ട് കോൾ എ നോൺ സ്റ്റാറ്റിക് ഫംഗ്ഷൻ. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അപ്പോൾ അടുത്ത ഡൗട്ട്, എന്തുകൊണ്ടാണ് അങ്ങനെ? അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റാറ്റിക് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോമൺ ഫോർ ഓൾ ഒബ്ജക്ട്സ് എന്നാണ്. എല്ലാ ഒബ്ജക്ട്സിനും കോമൺ ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ഒരു കാര്യം ആലോചിക്കണം. നമ്മൾ ഇന്നലെ ഒരു എക്സാമ്പിൾ പഠിച്ചായിരുന്നു, ജിമെയിൽ ഐ ഡി പാസ്വേഡ്. എനിക്ക് ജിമെയിൽ ഐ ഡി ഉണ്ട്, എനിക്ക് പാസ്വേഡ് ഉണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു സ്റ്റാറ്റിക് ഫംഗ്ഷൻ്റെ അകത്ത് നിന്ന്, സ്റ്റാറ്റിക് ഫംഗ്ഷൻ എല്ലാ ഒബ്ജക്ട്സിനും കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷനല്ലേ. അതിൻ്റെ അകത്ത് ഞാനാണെങ്കിൽ പാസ്വേഡ് റിട്രീവ് ചെയ്യാനുള്ള ഒരു, പാസ്വേഡ് എന്ന് പറയുന്ന ഒരു മെമ്പർ ഫംഗ്ഷനാണ്, റിട്രീവ് ചെയ്യാനുള്ള ഒരു കോള് ഞാൻ നടത്തി. അപ്പോൾ എന്ത് സംഭവിക്കും? എനിക്ക് അഖിലിൻ്റെ പാസ്വേഡ് വേണമെങ്കിൽ ഒരു സ്റ്റാറ്റിക് ഫംഗ്ഷൻ്റെ അകത്ത് നിന്ന് കോൾ ചെയ്താൽ മാത്രം പോരെ? അങ്ങനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അഖിലിൻ്റെ പാസ്വേഡ് കിട്ടത്തില്ലേ? മനസ്സിലായോ? പാസ്വേഡ് എന്താണെന്നുള്ള കാര്യമൊക്കെ ഒബ്ജക്റ്റിനകത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ജിമെയിൽ അക്കൗണ്ട് എനിക്കും ഉണ്ട്, അഖിലിനും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു സ്റ്റാറ്റിക് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ ആൾക്കാരുടെയും ഒബ്ജക്ട്സിൻ്റെയും, നമ്മൾ ഓരോന്നും ഓരോ ഒബ്ജക്ട്സ് ആണ്. ഒരു ജിമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അതെല്ലാം ഓരോ ഒബ്ജക്ട്സ് ആണ്. അപ്പോൾ അവിടെ നിന്ന് മറ്റൊരാളുടെ ഡീറ്റെയിൽ എനിക്ക് എടുക്കാൻ പറ്റത്തില്ലേ? എനിക്ക് കോമൺ ആയിട്ടുള്ളൊരു സാധനമാണ് ഈ സ്റ്റാറ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എല്ലാത്തിനും ആൾക്കാർക്ക് കോമൺ ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അതിൽ നിന്നും ഞാനാണെങ്കിൽ ഒരു നോൺ സ്റ്റാറ്റിക് ഫംഗ്ഷൻ വിളിക്കുമ്പോൾ അവിടെ സെക്യൂരിറ്റി ബ്രീച്ച് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത് കാരണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു കണ്ടീഷൻ നമ്മൾ പറയുന്നത്. വി കനോട്ട് കോൾ എ നോൺ സ്റ്റാറ്റിക് ഫംഗ്ഷൻ from a static function. Non-static function from a static function. Can't call a non-static function from a static function. Similarly, എനിക്ക് ഈ സ്റ്റാറ്റിക്, ഇപ്പോൾ ഞാനാണെങ്കിൽ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തെന്ന് വിചാരിക്കുക, പ്രൈവറ്റ് സ്ട്രിങ് പാസ്വേഡ് എന്ന് പറയുന്ന കാര്യം ചെയ്യുമെന്ന് വിചാരിക്കുക. ഞാൻ എന്ത് ചെയ്യാണ്? ഈ പാസ്വേഡിനെ, നമ്മൾ പറഞ്ഞു ഒരു മെമ്പർ വേരിയബിൾസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ പബ്ലിക് മെമ്പർ ഫംഗ്ഷൻ യൂസ് ചെയ്താൽ മതി. ഇതൊരു പബ്ലിക് മെമ്പർ ഫംഗ്ഷൻ അല്ലേ? ഈ പബ്ലിക് മെമ്പർ ഫംഗ്ഷൻ്റെ അകത്ത് വെച്ച് ഞാൻ എന്ത് ചെയ്യുന്നു? പാസ്വേഡിൻ്റെ വാല്യൂ ഞാൻ എന്ത് ചെയ്യുന്നു? ABC ആയിട്ട് സെറ്റ് ചെയ്യുന്നു. അപ്പോഴും എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞ് നോക്കാം. അപ്പോഴും എറർ അടിക്കുന്നു. എന്താണ്? പാസ്വേഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നോൺ സ്റ്റാറ്റിക് വേരിയബിൾ ആണ്.
സ്റ്റാറ്റിക് വേരിയബിൾ ആണ്. എനിക്ക് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. കാൺട്ട് ആക്സസ് നോൺ സ്റ്റാറ്റിക് വേരിയബിൾ ഫ്രം എ സ്റ്റാറ്റിക് ഫംഗ്ഷൻ. അപ്പോൾ സ്റ്റാറ്റിക് ഫംഗ്ഷനിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒരു നോൺ സ്റ്റാറ്റിക് ഫംഗ്ഷനെയും വിളിക്കാൻ പറ്റത്തില്ല, നോൺ സ്റ്റാറ്റിക് മെമ്പർ വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് രണ്ടുമാണ് ഒരു സ്റ്റാറ്റിക് ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി. എന്താണ്? വി കനോട്ട് ആക്സസ് എ നോൺ സ്റ്റാറ്റിക് ഫംഗ്ഷൻ ഓർ എ വേരിയബിൾ ഫ്രം എ സ്റ്റാറ്റിക് ഫംഗ്ഷൻ. വി ക്യാൻ ആക്സസ് എന്താണ്? സ്റ്റാറ്റിക് വേരിയബിൾസ്. ഇവിടെ ഞാൻ എന്താണ് റിട്ടേൺ ചെയ്തിരിക്കുന്നത്? കൗണ്ട് ആണ്. കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റാറ്റിക് വേരിയബിൾ ആണ്. സ്റ്റാറ്റിക് വേരിയബിളിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാൻ പറ്റും. സിമിലർലി ഇതെന്ന് പറയുന്ന ഒരു നോർമൽ മെമ്പർ ഫംഗ്ഷൻ അല്ലേ? ആ നോർമൽ മെമ്പർ ഫംഗ്ഷന് ഒരു സ്റ്റാറ്റിക് വേരിയബിളിനെയൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. എനിക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ എന്തിനെ വിളിക്കാൻ പറ്റും? ഗെറ്റ് കൗണ്ട് വിളിക്കാൻ പറ്റും. അതെല്ലാം ചെയ്യാൻ പറ്റും. അതിനൊന്നും ഒരു ഇഷ്യൂ ഇല്ല. പക്ഷെ ഒരു സ്റ്റാറ്റിക് ഫംഗ്ഷന്റെ അകത്ത് നിന്ന് ഒരു നോൺ സ്റ്റാറ്റിക് ഫംഗ്ഷനെയോ ഒരു സ്റ്റാറ്റിക് വേരിയബിളിനെയോ ആക്സസ് ചെയ്യാനോ അല്ലെങ്കിൽ കോൾ ചെയ്യാനോ എനിക്ക് പറ്റത്തില്ല. ഓക്കെ. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യാൻ വേണ്ടി, ഒരു സ്റ്റാറ്റിക് ഫംഗ്ഷൻ കോൾ ചെയ്യാൻ വേണ്ടി എനിക്ക് എന്തിന്റെ ആവശ്യമില്ല? ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഒരു മെയിൻ ഫംഗ്ഷൻ സ്റ്റാറ്റിക് ആവുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലായോ? ഞാനിവിടെ നോക്കി, ഞാൻ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഈ ഒരു ക്ലാസ് കമ്പൈൽ ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് യൂസ് ചെയ്യുന്നു? ജാവ സി test.java വിളിക്കുന്നു. ഇത് കമ്പൈൽ ചെയ്യും. ഇത് കമ്പൈൽ ചെയ്യാനാണ് കോഡ് എഴുതുന്നത്. നൗ ഞാൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? ടെസ്റ്റ് എന്ന് പറഞ്ഞാണ് വിളിക്കുന്നത്. ക്ലാസിന്റെ പേര് മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പൈലർ എന്ത് ചെയ്യും, അല്ലെങ്കിൽ എക്സിക്യൂട്ടർ എന്ത് ചെയ്യും? റൺ ടൈം എൻവയോൺമെന്റ് test.main എന്ന് പറഞ്ഞ് ഒരു ഫംഗ്ഷനെ വിളിക്കും. test.main എന്ന് പറഞ്ഞ് ഫംഗ്ഷനെ വിളിക്കണമെങ്കിൽ, ഇങ്ങനെ വിളിക്കണമെങ്കിൽ ആ മെയിൻ ഫംഗ്ഷൻ എന്തായിരിക്കണം? സ്റ്റാറ്റിക് ആയിരിക്കണം. ഒരു ക്ലാസ് നെയിം വെച്ച്, ക്ലാസ് നെയിം എവിടുന്ന് കിട്ടി? ഇവിടുന്ന് കിട്ടി. ആ ക്ലാസ് നെയിം ഞാൻ വിളിക്കണമെങ്കിൽ, ക്ലാസ് നെയിം test.main എന്ന് വിളിക്കണമെങ്കിൽ മെയിൻ ഫംഗ്ഷൻ എന്തായിരിക്കണം? സ്റ്റാറ്റിക് ആയിരിക്കണം. ഓക്കെ, മനസ്സിലായോ? ഇതുകൊണ്ടാണ് ഒരു മെയിൻ ഫംഗ്ഷൻ സ്റ്റാറ്റിക് ആയി മാറിയത്. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിക് ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഫ്രം എ സ്റ്റാറ്റിക് ഫംഗ്ഷൻ വി cannot access a non-static member variables or functions. We can access only static variables. In order to call a static member function, we don't want to create an object. It can be called via class name dot function name. വെച്ച് നമുക്ക് വിളിക്കാൻ പറ്റും. As a result, main function is declared as static. Okay, കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, ഇല്ല. ഇപ്പൊ മനസ്സിലായോ മെയിൻ ഫംഗ്ഷൻ എന്തിനാണ് സ്റ്റാറ്റിക് ആയതെന്ന്? ഹലോ, ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. സ്റ്റാറ്റിക് പഠിപ്പിച്ചായിരുന്നു? പഠിപ്പിച്ചു. ഓക്കെ, ശരി. അപ്പോൾ എല്ലാം സ്റ്റാറ്റിക് മെമ്പർ ഫംഗ്ഷനും സ്റ്റാറ്റിക് ഫംഗ്ഷനും എന്താണെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ആർക്കും? അപ്പോൾ തേർഡ് മോഡ്യൂള് നമുക്ക് നാളെ തുടങ്ങാം. ഇപ്പോൾ ഫസ്റ്റ് രണ്ട് മോഡ്യൂൾ സെക്കൻഡ് മോഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വീട്ടിൽ നന്നായിട്ട് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക്സ്. ശരി, കട്ട് ചെയ്യണം ഞാൻ.